ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സച്ചിയെ കൊല്ലാനായിട്ട് ആൻ്റണി സച്ചിയുടെ വണ്ടിയുടെ ബ്രേക്കൊക്കെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ വണ്ടി ചെന്ന് നേരെ ബ്രേക്കില്ലാത്ത വണ്ടി ചെന്ന് നേരെ ഇടിക്കുന്നത് നമ്മുടെ അരുണിൻ്റെ ബുള്ളറ്റിനകത്താണ്. ബുള്ളറ്റിൽ കിടന്ന് ഹെൽമെറ്റ് അങ്ങ് തെറിച്ച് പോവുകയാണ്. വണ്ടി ആരെയും ഇടിക്കാതിരിക്കാൻ വേണ്ടി സച്ചി സൈഡ് ഒതുക്കി കൊണ്ടുവരുന്ന സമയത്താണ് അങ്ങനെ ഒരു അപകടം നടക്കുന്നത്. അതിനുശേഷം അരുൺ നോക്കുമ്പോൾ സച്ചിയാണ് കാണുന്നത്. സച്ചി പറയുന്നുണ്ട്, സാറേ ഞാൻ മനഃപൂർവ്വമല്ല, ഇത് ബ്രേക്കില്ലാത്ത വണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയും. എൻ്റെ വണ്ടി എടുത്ത് വന്നപ്പോൾ തന്നെ നിൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പോയി. ഇല്ലേടാ, നിനക്ക് എന്നോടുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേര് നീ മനഃപൂർവ്വം എന്നെ കൊല്ലാൻ നോക്കിയതില്ലേ? ആ വണ്ടിയുടെ അടുത്താൽ ഞാൻ നിന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്തോ ആയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അരുണിൻ്റെ കൂടെയുള്ള 2 പോലീസുകാരും പറയും, നീ എപ്പോൾ നോക്കിയാലും അരുണിനോട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുവാണല്ലോ, നിനക്ക് എന്താ അരുണിനോട് ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാറേ ഞാൻ മനഃപൂർവ്വമല്ല, വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാതിരുന്നതെന്നൊക്കെ പറയും. നിനക്കൊക്കെ ലൈസൻസ് ഉള്ളതുകൊണ്ടല്ലേ നീ ഒക്കെ ഇങ്ങനെ റോഡിൽ കൂടി തേരാപാര വണ്ടി ഓടുന്നത്. നിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യുമ്പോൾ നിൻ്റെ അഹങ്കാരം നിൽക്കുമല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ പിടിച്ച് വലിച്ചങ്ങ് ജീപ്പിലിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ആ സമയം സച്ചി പറയും, സാറേ പ്ലീസ് എൻ്റെ ലൈസൻസ് ഒന്നും കട്ട് ചെയ്യരുത്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാഞ്ഞുകൊണ്ടാണ്. സച്ചി എത്ര പറഞ്ഞിട്ടും അരുണ് കാര്യം മനസ്സിലാക്കുന്നില്ല. സച്ചി മാക്സിമം അരുണിനെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്താണ് അവിടെ നമ്മുടെ വർഷയുടെ അമ്മ മഹിമ അവിടെ അതുവഴി കാറി വരുന്നത്. ആ സമയത്ത് ഇത് കാണുന്ന മഹിമ പെട്ടെന്ന് ആ സീനുകളൊക്കെ വീഡിയോ എടുക്കുകയാണ്. മഹിമ ഇതൊരു അവസരമാക്കി എങ്ങനെയും വർഷയും ശ്രീകാന്തിനെയും വീട്ടിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. അതിനുശേഷം സച്ചി ഓടിച്ച കാറ് വേറൊരു കോൺസ്റ്റബിൾ പറയും, ഈ കാറ് താൻ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാം, ഇവനെയും കൊണ്ട് ഞാൻ സ്റ്റേഷനിലോട്ട് പോകാമെന്ന് പറയും. ആ സമയത്ത് മറ്റൊരിടത്ത് പറയും, എൻ്റെ വണ്ടി സ്റ്റേഷനിലോട്ട് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, സാറേ എൻ്റെ വണ്ടി എടുക്കരുത്, വണ്ടിക്ക് ബ്രേക്കില്ലാത്ത വണ്ടിയാണ്ടാണ് സാറിൻ്റെ വണ്ടി ബുള്ളറ്റിൽ കൊണ്ടുവന്ന് എൻ്റെ വണ്ടി ഇടിച്ചത്, അപകടമാണ്, ആ വണ്ടിയും കൊണ്ട് പോകരുതെന്ന് പറയും. ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. അതുപോലെ തന്നെ പോലീസുകാരനും അരുണ് പറഞ്ഞത് കേട്ടുകൊണ്ട് ആ വണ്ടി എടുത്തുകൊണ്ട് സ്റ്റേഷനിലോട്ട് വരാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം വീഡിയോ എടുക്കുന്ന നമ്മുടെ മഹിമ ഇത് ശ്രുതിക്കും ചന്ദ്രമതിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സച്ചിയെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. സച്ചിയുടെ ഫോണും പിടിച്ചു വെക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചിയുടെ ഫോണിലോട്ട് രേവതി ഫോൺ ചെയ്യുകയും അങ്ങനെ ഒരു കോൺസ്റ്റബിളാണ് ഫോൺ എടുക്കുന്നത്. അയാൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് ഇപ്പം സ്റ്റേഷനിലാണ്, അയാൾ ഒരു പോലീസുകാരനെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ച് അയാളെ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതി പറയും, സാറേ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ അവൻ്റെ പേരിൽ ഞങ്ങൾ കേസ് എടുക്കുന്നുണ്ട്, ഇനി അവൻ്റെ ലൈസൻസ് ഞങ്ങൾ കട്ട് ചെയ്യുമെന്നൊക്കെ പറയും. അപ്പോഴത്തെ സാറേ അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് ചെല്ലുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ ശ്രുതിയെ കാണാനായിട്ട് ഷോപ്പിലോട്ട് വരുന്നുണ്ട്. ശ്രുതിയെ കാണുന്നത് ശ്രുതിക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട്. അപ്പോൾ നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. ശ്രുതി പ്ലീസ് ശ്രുതി, എനിക്ക് ശ്രുതിയോടുള്ള സ്നേഹമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. സ്നേഹമോ, നീ സ്നേഹിക്കാതെ, നീ ചതിക്കായിരുന്നു, നീ എന്തെല്ലാം കള്ളത്തരങ്ങളെ വിവാഹം നടക്കുന്നതിന് മുമ്പ് പറഞ്ഞത്, ഇപ്പോഴും നീ അത് തന്നെയല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞ്. ശ്രുതി, ഞാൻ വിവാഹം നടക്കാൻ വേണ്ടി ഞാൻ മലേഷ്യയിലുള്ള കോടീശ്വരിയായ പെൺകുട്ടിയാണെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ശ്രുതിയെ വിവാഹം കഴിക്കാൻ ആൻറ്റി സമ്മതിക്കത്തില്ലായിരുന്നു. എനിക്ക് ശ്രുതിയോടുള്ള ഇഷ്ടക്കൂടുതൽ കാരണം ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. എല്ലാ കള്ളവും ക്ഷമിച്ച് നിന്നെ വിശ്വസിച്ച് നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ ശ്രമിച്ചില്ലേ ഞാൻ പറഞ്ഞ കേട്ട് എൻ്റെ അമ്മയെ നിന്നെ കാണാനായിട്ട് വന്നതില്ലേ, എന്നിട്ട് ഞങ്ങളെ പിന്നെയും നീ കബളിപ്പിച്ചില്ലെന്ന് ചോദിക്കും. ശ്രുതി, അത് തിരികെ കൊണ്ടുവരാനായിട്ട് എനിക്ക് അങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ആൻറ്റി എന്നെ തിരികെ വീട്ടിലോട്ട് കയറ്റത്തോളം എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ശ്രുതി ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ശ്രുതിയുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൂടുതലുണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കൂ ശ്രുതി, എനിക്ക് ശ്രുതി അല്ലാതെ വേറെ ആരുമില്ല, എന്നെ ഉപേക്ഷിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കാല് പിടിച്ച് ശ്രുതിയോട് പറയുകയാണ്. ആ സമയം ശ്രുതി പറയും, എനിക്ക് നിൻ്റെ ഒരു കണ്ണീരും കാണണ്ട, എൻ്റെ അമ്മ പറഞ്ഞത് മാത്രമേ ഞാൻ ഇനി കേൾക്കത്തുള്ളൂ. നീ പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം വിശ്വസിച്ച് നിന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാനും എൻ്റെ അമ്മയും കൂടി വന്നു, എന്നിട്ട് ഞങ്ങളെ വീണ്ടും നീ ചതിച്ചു. ഈ ചതി ഒരിക്കലും അമ്മ നിന്നോട് പൊറുക്കത്തില്ല. ആൻറ്റി എന്നോട് ക്ഷമിച്ചില്ലെങ്കിലും എനിക്ക് അത് വിഷമം ഇല്ല. പക്ഷേ ശ്രുതി എന്നെ മനസ്സിലാക്കണം, ശ്രുതി എന്നെ തിരികെ വീട്ടിലോട്ട് കൊണ്ടുവരണം, ശ്രുതി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ശരി ശ്രുതി, അമ്മ നിന്നെ ഒരിക്കലും ഇനി സ്വന്തം മരുമകളായിട്ട് അംഗീകരിക്കത്തില്ല, എൻ്റെ ഭാര്യയായിട്ടും കാണത്തില്ല. പിന്നെ നീ എങ്ങനെ ഞങ്ങളുടെ വീട്ടിലോട്ട് തിരികെ വരുമെന്നാണ് പറയുന്നത്. അത് ശ്രുതി വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. ശ്രുതി എന്നെ ഉപേക്ഷിക്കാതിരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെടുത്ത് അങ്ങ് ശ്രുതി സംസാരിക്കുന്നുണ്ട്. ഈ സമയത്താണ് മഹിമ അയച്ചു കൊടുത്തൊരു വീഡിയോ നമ്മുടെ ശ്രുതി കാണുന്നത്. അപ്പോൾ ആ വീഡിയോ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയെ പോലീസുകാർ പിടിച്ച് വലിച്ച് ജീപ്പിനകത്തോട്ട് കയറ്റിയിടുന്ന വീഡിയോ ആണ് കാണുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് ശ്രുതിക്ക് നല്ല സന്തോഷമാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ
വന്ന സമയത്ത് സച്ചിയാണല്ലോ ചന്ദ്രമതിയെയും സുധിയെയും കൂട്ടി വീട്ടിൽ വന്നത്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം തന്നെ എൻ്റെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടി വന്നതാന്നുള്ള ഒരു ചിന്ത ശ്രുതിക്കുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ കണ്ട ശ്രുതിക്ക് അങ്ങ് സന്തോഷവും. അങ്ങനെ ആ വീഡിയോ പെട്ടെന്ന് തന്നെ നമ്മുടെ മഹിമയെ കാണിക്കുക. പെട്ടെന്ന് തന്നെ ആ വീഡിയോ അപ്പോൾ മഹിമ അയച്ചേക്കുന്നതാണ്. അങ്ങനത്തെ നോക്കുമ്പോൾ അതെടുത്ത് നമ്മുടെ ശ്രുതിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, ദാ ശ്രുതി ഇത് നോക്കാൻ പറയും, എന്താ ഈ വീഡിയോ നോക്കാൻ പറയും. നോക്കുമ്പം സച്ചിയെ പോലീസുകാർ പിടിച്ചു വലിച്ച് ജീപ്പിൽ കയറ്റുന്നതും സച്ചി സംസാരിക്കുന്നതൊക്കെയാണ് കാണുന്നത്. ഇത് സച്ചിയല്ലേ, ഇവനെ ഇതാ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടില്ലേ. ഇത്രയും വലിയ തെറ്റൊക്കെ ചെയ്യുന്ന മകനോട് പൊറുക്കാൻ ആൻറ്റിക്കാവും. ഒരു ചെറിയ കള്ളം പറഞ്ഞ് എന്നോട് ക്ഷമിക്കാൻ ആൻറ്റിക്കാവത്തില്ല. ശ്രുതി പ്ലീസ് ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി എടുത്ത് ഇങ്ങനെ പറയുകയാണ്. ആ സമയത്ത് ശ്രുതി പെട്ടെന്ന് ബാഗൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോവുകയാണ്. അതിനുശേഷം ശ്രുതി പറയും, എന്തായാലും ശ്രുതിക്ക് നല്ലോണം ഒരു ഇളക്കം തട്ടിയിട്ടുണ്ട്, എന്തായാലും ഈ ഒരു അവസരം മുതലാക്കണമെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്റ്റേഷനിലോട്ട് നമ്മുടെ രേവതി വരുന്നുണ്ട്. അങ്ങനെ സച്ചിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കൊണ്ട് അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ വണ്ടിക്ക് ബ്രേക്ക് കുറവായിരുന്നു. അങ്ങനെ ഞാൻ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കാറ് ഇടത് സൈഡിലോട്ട് വെട്ടിച്ച് തിരിച്ചാണ് രേവതി. ആ സമയത്താണ് ഞാനോട്ട് സ്ഥിരം പ്രശ്നം ഉണ്ടാക്കണം പോലീസുകാരൻ്റെ വണ്ടിക്കകത്ത് വന്ന് കാറ് തട്ടിയത്. ഞാൻ പരമാവധി സത്യം പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ബ്രേക്ക് ഇല്ലാഞ്ഞുകൊണ്ടാണ് സംഭവിച്ചതെന്ന്. എന്നിട്ട് ആ കാർ ഒരു കോൺസ്റ്റബിൾ എടുത്തുകൊണ്ട് പോയി. ഇനി അയാൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്കറിയത്തില്ലെന്ന് പറയും. സച്ചേട്ടൻ ഒരു നല്ല വിചാരിച്ച് ചെയ്തതല്ലേ, എന്തായാലും എൻ്റെ സച്ചേട്ടന് ഒരു അപകടം സംഭവിച്ചില്ലല്ലോ, അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം. എന്തായാലും നമുക്ക് SIയോട് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ സച്ചിൻ രേവതിയും കൂടി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അരുണും അവിടെ നിൽപ്പുണ്ട്. പക്ഷേ അവരെ എന്തെല്ലാം രീതിയിൽ സംസാരിച്ചിട്ടും വണ്ടി കൊടുക്കാൻ പോലീസുകാർ തയ്യാറാവത്തില്ലായിരുന്നു. അങ്ങനെ സച്ചിൻ രേവതിയും വിഷമിച്ച് നിൽക്കണം, ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ. ആ സമയത്താണ് നമ്മുടെ മഹിമ അയച്ച വീഡിയോ ചന്ദ്രമതിയുടെ കൈ കിട്ടുന്നത്. അങ്ങനെ ചന്ദ്രമതി അത് കാണുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ മഹിമ അയച്ചു കൊടുത്ത വീഡിയോ വർഷയും ശ്രീകാന്തും കാണുന്നുണ്ട്. ആ സമയത്ത് വർഷ പറയും, ദേ ശ്രീകാന്തെ നോക്കേ, ഇത് സച്ചേട്ടൻ വീഡിയോയിൽ നോക്കും. എന്താ പക്ഷേ അത് സച്ചേട്ടനെ പോലീസുകാർ പിടിക്കുന്ന വീഡിയോ ആണെന്ന് പറയുന്നത്. നോക്കുമ്പം സച്ചിയെ പോലീസുകാർ പിടിച്ച് വലിച്ച് ജീപ്പിൽ കയറ്റുന്ന വീഡിയോ. ഇതാരാ നിനക്ക് അയച്ചു തന്ന? മമ്മിയാന്ന് പറയും. മമ്മിയോ? ആ അതെ, ഇതെന്താ ഈ വീഡിയോ ഇപ്പോൾ എനിക്ക് അയച്ച് തന്നേക്കുന്നതെന്ന് നോക്കും. എന്താ കാര്യം അറിയത്തില്ലല്ലോ. അങ്ങനെ ശ്രീകാന്ത് അന്വേഷിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി അവിടുന്ന് വീഡിയോ കണ്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ട് വരും. രവീന്ദ്രൻ്റെ അടുത്ത് പറയും, ഇത് കണ്ടില്ലേ നിങ്ങളുടെ മോൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ. ഉടനെ പറയും, എൻ്റെ മോനോ? നമ്മുടെ മോനെന്ന് പറ ചന്ദ്രേ. ഓ നമ്മുടെ മോൻ നമ്മുടെ മോൻ എന്തോ കാണിച്ചു വെച്ചേക്കുന്ന കണ്ടില്ലേ, പോലീസുകാരുമായിട്ട് എന്തോ വാക്കുതർക്കം ഉണ്ടായി പോലീസുകാർ പിടിച്ച് വലിച്ച് ജീപ്പിൽ കയറ്റി ഇടുകയെന്ന് പറയും. ഇവൻ എൻ്റെ വയറ്റിൽ തന്നെ ആണോ ജനിച്ചത്? പിന്നെന്തോ അവൻ പൊട്ടി മുളച്ച് വീണയാണോ? പറയാം, ചന്ദ്രേ നമുക്ക് 3 മക്കളുണ്ട്, നീ 3 മക്കളെയും 3 രീതിയിലാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. ഓ ഞാൻ വളരെ എൻ്റെ മക്കളൊക്കെ നല്ല മര്യാദയ്ക്ക് തന്നെ വളർന്നു വന്നത്. ശ്രുതിയെയും ശ്രീകാന്തിനെയും ഞാനല്ലേ വളർത്തി, അവർക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെ അമ്മയില്ലേ നിങ്ങളുടെ പുന്നാര മോനെ വളർത്തി, അതിൻ്റെ ഗുണമാണ് കാണിക്കുന്നതെന്ന് പറയും. എൻ്റെ അമ്മ വളർത്തിയോണ്ട് അവൻ്റെ സ്വഭാവത്തിനൊരു ദോഷം വന്നിട്ടില്ല, നീ എന്നെക്കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കാതെ ചന്ദ്രയെന്ന് പറയും. ഓ ഇപ്പം ഞാൻ സംസാരിക്കുന്ന കുഴപ്പം, ഇതൊന്നും ഇവന് പുത്തരിയല്ലല്ലോ, ചെറുപ്പകാലം തൊട്ടേ ജയിൽ ഹോമും സ്റ്റേഷനും കോടതിയായിട്ട് നടന്നവനില്ലേ എന്ന് പറയും. അവൻ ചെറുപ്പത്തിൽ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിലാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യം അന്നും അവൻ്റെ ഭാഗത്തായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇരുന്ന് ഒരുപാട് കരയേണ്ടി വരും. അപ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് എന്തോ ഒന്ന് ഇങ്ങനെ സ്പൈ കണക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, ആ സ്പാർക്ക് കണക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ ഇല്ല, ഞാനിതൊന്നും പറയുന്നില്ല എന്ന് പറയും. എന്താണിപ്പം സംഭവിച്ചതെന്ന് ആദ്യം നമ്മൾ അന്വേഷിക്കണം. ചെയ്യാത്ത തെറ്റിന് എത്രയോ പോലീസുകാർ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നു. ശരിയും തെറ്റും മനസ്സിലാക്കിയതിന് ശേഷം വേണം നീ സംസാരിക്കാൻ. ചിലപ്പോൾ ഒരു പക്ഷേ സച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റും കാണത്തില്ല, എന്തെങ്കിലും തെറ്റിദ്ധാരണ പുറത്തായിരിക്കും അവനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ആദ്യം ഞാൻ സ്റ്റേഷനിലോട്ടൊന്ന് ചെല്ലട്ടെ, ചെന്നതിന് ശേഷം വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാനിവിടെ വരാം, അതിനുശേഷം മതി അവനെ ക്രോസ് വിസ്താരം ചെയ്തതെന്നൊക്കെ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അവനെ ഒന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് പിടിക്കത്തില്ലല്ലോ. പിടിക്കത്തില്ല. അങ്ങനെ രവീന്ദ്രനും സ്റ്റേഷനിലോട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അരുൺ മറ്റൊരു പോലീസുകാരനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സച്ചി ഓട്ടിച്ച കാർ എടുത്തുകൊണ്ട് വരാനായിട്ട്. അങ്ങനെ അയാൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. അയാൾ ബ്രേക്ക് പിടിച്ചിട്ട് ബ്രേക്ക് കിട്ടത്തില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലാവും സച്ചി പറഞ്ഞത് ശരിയാണെന്നുള്ളത്. അങ്ങനെ അയാൾക്ക് ചെറിയൊരു അപകടമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അയാൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അങ്ങനെ മെക്കാനിക്കൽ വന്ന് വണ്ടി പരിശോധിക്കുന്ന സമയത്ത് വണ്ടിക്ക് ബ്രേക്ക് ഇല്ലെന്നുള്ള കാര്യം അവിടെ തെളിയിക്കുകയാണ്. അങ്ങനെ മെക്കാനിക്കൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറയുന്നുണ്ട്, സാറേ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ സാറിന് അപകടം പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആക്സിഡൻറ്റ് പറ്റിയ പോലീസുകാരൻ പറയും, നമുക്ക് ഈ കാര്യം SIയോട് പറയാം, പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രശ്നം അങ്ങ് തീരും, വേണ്ട ഇതിപ്പോൾ സാറിനോട് പറയേണ്ടെന്ന് പറയും. സാറേ ഇത് പറയാതിരുന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും, നാളെ എന്തെങ്കിലും വിഷയമായി കഴിഞ്ഞാൽ സാർ നമ്മളെന്തിനാ ഈ സത്യം മറച്ചു വെച്ചതെന്ന് പറയും. വേണ്ട ഇപ്പം നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് പെട്ടെന്ന് തിരിച്ചു കൊടുക്കും, ഒരു 6 മാസമെങ്കിലും അവൻ ലൈസൻസ് ഇല്ലാതിരിക്കട്ടെ എന്ന് പറയും. എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കുമെന്ന് അവൻ മനസ്സിലാക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഈ അരുണും മറ്റേ ആളും ചേർന്ന് ഈ ഒരു വിവരം ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. കാരണം ബ്രേക്കില്ലാത്ത വണ്ടിയും കൊണ്ടാണ്
പോയെന്നുള്ള കാര്യം ഒളിച്ചു വെക്കുകയാണ്. അതിനുശേഷം ഒത്തീർപ്പൊക്കെ ആക്കിയിട്ട് സച്ചിയെ സ്റ്റേഷനിൽ പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം പിന്നെ അറിയുന്നുണ്ട് ഈ ബ്രേക്കില്ലാത്ത വണ്ടിയും കൊണ്ടാണ് പോയതുകൊണ്ടാണ് അരുണിൻ്റെ വണ്ടിയിൽ വന്ന് തട്ടിയെന്നുള്ള കാര്യം പിന്നീടാണ് ഇവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട്. ഈ സമയം തന്നെയാണ് നമ്മുടെ മഹിമ അങ്ങോട്ട് വരുന്നത്. മഹിമ കിട്ടിയ അവസരം മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പറയും, ചന്ദ്രയടുത്ത് വന്ന് പറയുന്നുണ്ട്, എന്നാലും ഇങ്ങനൊരു ഒരുത്തൻ താമസിക്കുന്ന വീട്ടിലോട്ടാണല്ലോ എൻ്റെ മോളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കേണ്ടി വന്നത്. ഞാൻ ഇതുകൊണ്ടാണ് പണ്ടേ പറഞ്ഞത് സ്നേഹവിവാഹമൊന്നും ശരിയാവത്തില്ലെന്ന്. ആ സമയത്ത് വർഷ പറയും, അമ്മേ സ്നേഹവിവാഹത്തിന് എന്താണ് കുഴപ്പം? ശ്രീകാന്തിന് യാതൊരു കുഴപ്പമില്ലെന്ന് പറയും. ശ്രീകാന്തിന് കുഴപ്പമൊന്നും വേണ്ടല്ലോ, ഇവിടെ താമസിക്കുന്ന മറ്റുള്ളവർക്കാണല്ലോ കുഴപ്പമെന്ന് പറയും. അത് അമ്മ ആരും ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ആരും ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ ഒരുത്തൻ എന്നൊക്കെ പറയും. ആ സമയത്താണ് സച്ചിയും കൂട്ടിക്കൊണ്ട് രേവതിയും രവീന്ദ്രനും കൂടി അങ്ങോട്ട് വരുന്നത്. കണ്ടില്ലേ, ഈ റൗഡി താമസിക്കുന്ന ഈ വീട്ടിൽ എങ്ങനെ ഇനി എൻ്റെ മോളും താമസിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അങ്ങ് മഹിമയോടങ്ങ് ശക്തമായി പ്രതിരോധിക്കുകയാണ്. മഹിമയെടുത്ത് പറയും, ആരെയാണ് നിങ്ങളെപ്പോഴും ഗുണ്ടയെന്ന് വിളിക്കുന്നത്? നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് എപ്പോഴും സച്ചേട്ടനെ ഗുണ്ട റൗഡി എന്നൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹിമയോട് നേർക്കാൻ കയറുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രവതി പറയും, എടി നീ ആരോടാണ് കയർത്ത് സംസാരിക്കുന്നത്? അത് വർഷയുടെ അമ്മയാണ്, മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറയും. അതേ അമ്മയെ മര്യാദ ഇങ്ങോട്ട് തന്നെങ്കിൽ തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കത്തുള്ളൂ. എപ്പോഴും എന്തിനാണ് വർഷയുടെ അമ്മ ഇവിടെ വന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പോൾ വർഷയോട് പറയും, വർഷ എനിക്ക് നിന്നോട് സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ നിൻ്റെ അമ്മ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഊതി പെരിപ്പിച്ച് വലുതാക്കി നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നത്. നിനക്കൊരു കുറവും ഞങ്ങൾ ഇന്നേ വരെ വീട്ടിൽ വരുത്തിയിട്ടില്ല. നിൻ്റെ അമ്മ എന്തിനാണ് എപ്പോഴും എൻ്റെ ഭർത്താവിന് ഗുണ്ട റൗഡി എന്നൊക്കെ പറയുന്നത്? അദ്ദേഹത്തിന് ഇപ്പം തന്നെ കാറ് ആക്സിഡൻ്റ് ആയ സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായെന്നാരും ചോദിച്ചില്ല. അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് ബ്രേക്കില്ലായിരുന്നത് കൊണ്ടാണ് ആ പോലീസുകാരൻ്റെ വണ്ടി കൊണ്ട് ചെന്ന് സച്ചേട്ടൻ്റെ കാറ് തട്ടിയത്. അതിനുശേഷം സച്ചേട്ടന് എന്തെങ്കിലും അപകടം സംഭവിച്ചെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ആർക്കും അന്വേഷിക്കേണ്ടായോ എന്നൊക്കെ ഇങ്ങനെ രേവതി അങ്ങ് കരഞ്ഞു പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്കും ശ്രീകാന്തിനും രവീന്ദ്രനൊക്കെ സങ്കടം വരുന്നുണ്ട്. പറയാം, എൻ്റെ സച്ചേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എന്നത്തേക്ക് അത് തീരാ ദുഃഖം ആവത്തില്ല. അതുകൊണ്ട് സച്ചേട്ടനൊന്നും പറ്റില്ലെന്നുള്ള ആശ്വാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പിന്നെയും സച്ചേട്ടനെ എല്ലാവരും ചേർന്ന് ഇങ്ങനെ അവമാനിക്കാൻ ശ്രമിച്ചാൽ ഞാനിത് എങ്ങനെ കേട്ടുകൊണ്ടിരിക്കും? പക്ഷേ ഞാൻ എന്തെങ്കിലും കടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയും. ആ സമയത്ത് വർഷ പറയും, ചേച്ചി അതിനൊന്നും പറഞ്ഞിട്ടില്ല, ചേച്ചി പറയേണ്ടതിലേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും വലുത് അവരവരുടെ ഭർത്താവ് തന്നെ. ചേച്ചിയുടെ ഹസ്ബൻഡ് എന്തെങ്കിലും പറ്റിയ ചേച്ചിക്ക് തന്നെ എന്നും തീരാ ദുഃഖം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ എന്തിന് എപ്പോഴും ഇവിടെ വന്ന് ഈ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹിമയെടുത്ത് വർഷ പൊട്ടിത്തെറിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ രവീന്ദ്രനും അതുപോലെ തന്നെ മഹിമയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ വർഷയുടെ അമ്മയൊക്കെ തന്നെയാണ്, പക്ഷേ രേവതി പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റ്? അവൾ പറയുന്ന കണക്ക് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ എപ്പോഴും ഇങ്ങോട്ട് വന്നിട്ട് അത് ഊതിപ്പെരിപ്പിച്ച് വലുതാക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ചോദിക്കും. നിങ്ങളുടെ മകൾ താമസിക്കുന്ന വീടല്ലേ ഇത്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞ് പരിഹരിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്തിനാണ് അത് പ്രശ്നം വലുതാക്കുന്നതെന്ന് ചോദിക്കും. വർഷയ്ക്ക് ഈ വീടുമായിട്ടോ ഞങ്ങളുമായിട്ടോ യാതൊരു പ്രശ്നവുമില്ല, പിന്നെ എന്തിനാണ് അവളെ ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പറിച്ച് മാറ്റാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രവീന്ദ്രനും മഹിമയോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതിക്കും യാതൊരു ഉത്തരവില്ലായിരുന്നു. അങ്ങനെ മഹിമ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അങ്ങനെ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ദിവസം കാണാൻ പോകുന്നത്. അതിനുശേഷം നമ്മുടെ അരുൺ ഈ ബ്രേക്കില്ലാത്ത കാര്യം എസ് ഐയോട് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അത് എസ് ഐ അറിയുന്ന സമയത്തായിരിക്കും നമ്മുടെ അരുണിൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.